നമ്മുടെ മാർവലിലെ ദേഷ്യക്കാരനായ ഹൾക്കിനെ നമ്മുടെ ഇടിമിന്നലിൻ്റെ ദൈവമായ നമ്മുടെ തോർ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഈ ഒരു കഥയിൽ ഒരു ദിവസം സൂപ്പർ വില്ലനായ റെഡ് സ്കള്ളിനോടും അവൻ്റെ ആൾക്കാരോടും നമ്മുടെ അവെഞ്ചേഴ്സിന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു സമയത്ത് സൂപ്പർ ഹീറോസിനെ എല്ലാം കൊല്ലാനും ആ സിറ്റിയെ മുഴുവൻ നശിപ്പിക്കുവാനുമായി കുറേ കാലമായി റെഡ് സ്കൾ ഉണ്ടാക്കി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ആയുധത്തെ റെഡ് സ്കൾ അപ്പോൾ അവിടെ കൊണ്ടുവന്നു. ആ ആയുധം മറ്റൊന്നുമല്ല, അത് നമ്മുടെ ഹൾക്കാണ്. ഹൾക്കിൻ്റെ മൈൻഡ് തൻ്റെ കയ്യിലുള്ള ടെക്നോളജിയും മറ്റും ഉപയോഗിച്ച് റെഡ് സ്കൾ കൺട്രോളിലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ തൻ്റെ കൺട്രോളിലുള്ള ഹൾക്കിനെ ഉപയോഗിച്ച് റെഡ് സ്കൾ സൂപ്പർ ഹീറോസിനെ അറ്റാക്ക് ചെയ്യുവാനും ആ സിറ്റിയെ നശിപ്പിക്കുവാനും തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാത്തിനെയും നശിപ്പിക്കുവാനായി തുടങ്ങിയ ഹൾക്കിനോട് അപ്പോൾ തന്നെ ഫൈറ്റ് ചെയ്യുവാനായി നമ്മുടെ ഗോഡ് ഓഫ് തണ്ടറായ തോർ അങ്ങോട്ടേക്ക് വന്നു. അന്നേരം തന്നെ റെഡ് സ്കളുമായി ഫൈറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ അമേരിക്ക ഹൾക്കിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്നും അവൻ കാരണം ഇവിടെയുള്ള പാവം ജനങ്ങളാരും മരിക്കുവാൻ പാടില്ല എന്ന് തോറിനോട് ക്യാപ്റ്റൻ അമേരിക്ക പറയുകയാണ്. അപ്പോൾ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞതുപോലെ ഹൾക്കിനെ ജനങ്ങളാരുമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് ഫൈറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകുവാൻ തോർ നോക്കിയെങ്കിലും ഹൾക്കിനെ എവിടെ കൊണ്ടുപോയാലും ആ സ്ഥലം മുഴുവൻ ഹൾക്ക് കാരണം അഥവാ തോർ ഹൾക്കിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ തകർന്നടിഞ്ഞു പോകുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഹൾക്കും തോറും തമ്മിൽ ഫൈറ്റ് നടക്കുകയും പല പല നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പാവം സാധാരണ ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ഒരുപാട് പേർ മരിക്കുകയും എല്ലാം ചെയ്തു. ഹൾക്ക് കാരണം ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും മരിച്ചുപോയതും നേരിൽ കണ്ട തോർ അപ്പോൾ തന്നെ മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത് നിർത്തുവാനും നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഇവിടെയുള്ള ജനങ്ങളെല്ലാം മുറിവേറ്റ് വീഴുകയും മരിക്കുകയും എല്ലാം ചെയ്തുവെന്നും റെഡ് സ്കൾ നിന്നെ എങ്ങനെ കൺട്രോളിൽ എടുത്തിരിക്കുകയാണെന്ന് തനിക്കറിയാമെന്നും നീ എങ്ങനെയെങ്കിലും അവൻ്റെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയതുപോലെ ആകുവാൻ ഹൾക്കിനോട് തോർ പറയുകയാണ്. നേരത്തെ ഹൾക്കിനോട് ഫൈറ്റ് ചെയ്യുമ്പോഴെല്ലാം ഹൾക്കിനെ ഓരോന്ന് പറഞ്ഞ് പഴയതുപോലെ ആക്കുവാൻ തോർ നോക്കിയിരുന്നുവെങ്കിലും അപ്പോഴൊക്കെ തോർ പറഞ്ഞതെല്ലാം കേട്ട് ഹൾക്ക് തോറിനിട്ട് അടി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ തോർ പറഞ്ഞതെല്ലാം കേട്ട ഹൾക്ക് ഒരു നിമിഷത്തേക്ക് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം നിർത്തിയിട്ട് റെഡ് സ്കളിൻ്റെ കൺട്രോളിൽ നിന്നും ഒരു നിമിഷത്തേക്ക് പഴയതുപോലെ ആയിട്ട് നമ്മുടെ തോറിനോട് താൻ കാരണം ഒരുപാട് പേർ ഇനി മരിക്കുവാൻ പാടില്ല എന്നും തന്നെ നീ ഇപ്പോൾ ഇവിടെ വെച്ച് കൊല്ലണമെന്ന് വളരെ വേദനയോടെ ഹൾക്ക് തോറിനോട് പറയുകയാണ്. അത് കേട്ട് തോറിന് ഭയങ്കരമായി സങ്കടമാവുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഹൾക്ക് വീണ്ടും പഴയതുപോലെയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ അവിടെ തുടങ്ങുകയാണ്. ഹൾക്കിനെ കൊല്ലുവാൻ താല്പര്യമില്ലാത്ത നമ്മുടെ തോർ അപ്പോൾ തന്നെ വീണ്ടും ഹൾക്കിനോട് ഫൈറ്റ് ചെയ്ത് ഹൾക്കിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുവാൻ തോർ നോക്കുകയാണ്. പക്ഷേ കുറച്ച് നേരത്തിന് ശേഷം തോർ ഒരു കാര്യം തിരിച്ചറിയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ തനിക്കൊരിക്കലും ഹൾക്കിനെ പഴയതുപോലെ ആക്കുവാൻ സാധിക്കില്ല എന്നും ഹൾക്ക് കാരണം ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനും മരിക്കുമെന്നും അതുകൊണ്ട് ഹൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഹൾക്കിനെ കൊന്നുകളയുവാൻ തോർ ഇപ്പോൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വളരെ സങ്കടത്തോടെ നമ്മുടെ തോറാണെങ്കിൽ ഹൾക്കിനോട് തന്നോട് ക്ഷമിക്കണേ ഹൾക്കേ എന്ന് പറഞ്ഞ് ഹൾക്കിനെ എടുത്തുകൊണ്ട് അവിടെയുള്ള കടലിലേക്ക് ചാടുകയാണ്. എന്നിട്ട് ഹൾക്കിൻ്റെ കഴുത്തിൽ തൻ്റെ ഒരു കൈ അമർത്തി പിടിച്ചിട്ട് മറ്റേ കൈയിലെ മിയോളിനർ ഹൾക്കിൻ്റെ ദേഹത്ത് ചേർത്ത് തോർ വെക്കുകയാണ്. എന്നിട്ട് ഹൾക്കിനെയും കൊണ്ട് ആ കടലിൻ്റെ അടിത്തട്ടിലേക്ക് തോർ ചെല്ലുകയാണ്. ഇപ്പോൾ തൻ്റെ ദേഹത്ത് മിയോളിനർ ഇരിക്കുന്നത് കൊണ്ട് അനങ്ങാൻ പറ്റാത്തത് കാരണവും തോറിൻ്റെ ഒരു കൈ തൻ്റെ കഴുത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ശ്വാസം കിട്ടാത്തത് കാരണവും ഇപ്പോൾ ഹൾക്ക് വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടാതെ മരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തോർ ഹൾക്കിനെ കൊന്നിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഇപ്പോൾ തൻ്റെ കൂട്ടുകാരനായ ഹൾക്കിനെ തൻ്റെ കൈകൊണ്ട് തന്നെ കൊന്നത് കാരണം തോറിന് ഭയങ്കരമായി സങ്കടമാവുകയാണ്. ഇതേ സമയം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനുമെല്ലാം ആ റെഡ് സ്കളിനെ അടിച്ചു വീഴ്ത്തുകയാണ്. പക്ഷേ റെഡ് സ്കളിൻ്റെ ആർമർ ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞ അയൺമാൻ അപ്പോൾ തന്നെ റെഡ് സ്കളിനെ സ്പേസിൽ കൊണ്ടുപോയി കളഞ്ഞതും അന്നേരം തന്നെ റെഡ് സ്കൾ സ്വയം പൊട്ടിത്തെറിക്കുകയും അതിൻ്റെ കൂടെ നമ്മുടെ അയൺമാൻ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ സൂപ്പർ ഹീറോസ് എല്ലാം റെഡ് സ്കളിൻ്റെ കയ്യിൽ നിന്ന് ഭൂമിയെ രക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അയൺമാനും ഹൾക്കും മരിച്ചുപോയതിൻ്റെ സങ്കടമെല്ലാം സൂപ്പർ ഹീറോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അയൺമാനും ഹൾക്കും ഭൂമിയെ രക്ഷിക്കുവാനാണ് മരിച്ചതെന്നോർത്ത് സൂപ്പർ ഹീറോസ് എല്ലാം പതുക്കെ ആ സങ്കടം മാറ്റുവാൻ നോക്കുകയാണ്. മാത്രമല്ല പിന്നീട് ഇപ്പോൾ മരിച്ചുപോയ അയൺമാൻ്റെ ആത്മാവും ബ്രൂസ് ബാനറിൻ്റെ ആത്മാവും ഗ്രീക്ക് ആചാരം അനുസരിച്ച് യുദ്ധത്തിൽ മരിക്കുന്ന പോരാളികളുടെ ആത്മാവുകൾ ചെല്ലുന്ന വാൽഹാല എന്ന സ്വർഗരാജ്യത്താണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ ഇഷ്ടത്തിലധികം കള്ളു കുടിച്ച് അർമാദിക്കുകയാണ് നമ്മുടെ അയൺമാൻ. ഇനി ഹൾക്കായി മാറി ആരോടും പ്രശ്നമുണ്ടാക്കണ്ടല്ലോ എന്ന സമാധാനത്തിലിരിക്കുകയാണ് നമ്മുടെ ബ്രൂസ് ബാനർ. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.